പാപത്തിൻ്റെ നിർവചനം ഞാൻ പറയാം. പാപത്തിന് പലതരത്തിലുള്ള നിർവചനമുണ്ട്. ഉദാഹരണത്തിന് 1 യോഹന്നാൻ 3 പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. 1 യോഹന്നാൻ 3:4 അവിടെ നാം വായിക്കുന്നു, പാപം അധർമ്മം തന്നെ. ദൈവം ഒരു കാര്യം പറയുന്നു, നീ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, അത് പാപമാണ്. ഇനിയും മറ്റൊരു പാപമുണ്ട്. അത് യാക്കോബ് 4:17 ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങളത് ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ പാപമായിട്ട് നാം കണക്കാക്കാറില്ല, നമ്മളത് ഏറ്റു പറയാറുമില്ല. ഒന്നാമത്തെ പാപം നമ്മൾ ചെയ്യുന്നതാണ്. കർത്താവെ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ മോഹിച്ചു, ആ ആളെ ഞാൻ വഞ്ചിച്ചു, ഞാനൊരു ഭോഷ്ക് പറഞ്ഞു, അതാണ് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ. എന്നാൽ യാക്കോബ് 4:17 ചെയ്യാത്ത കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഭാര്യയെ അവിടെ ഉത്സാഹിപ്പിക്കേണ്ടായിരുന്നു, എങ്കിലും ചെയ്തില്ല. ആ പാപം നിങ്ങൾ എന്തെങ്കിലും ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അവനോട് ഞാൻ കരുണയോടെ സംസാരിക്കേണ്ടായിരുന്നു, എങ്കിലും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ചെയ്യാത്തതിലൂടെ സംഭവിക്കുന്ന പാപമാണ്. ഇങ്ങനെയുള്ള പാപം 99% ആളുകളും ഏറ്റു പറയാറില്ല. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഇതുപോലെ നാം ചെയ്യാതിരിക്കുന്ന അനേക പാപങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ആ നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരു മനുഷ്യൻ മുറിവേറ്റവനായിട്ട് ആ റോഡ് സൈഡിൽ കിടക്കുകയാണ്. ഒരു പുരോഹിതൻ അതിലൂടെ വന്നു, ഒരു ലേവ്യനും അതിലൂടെ വന്നു. അവരെന്താണ് ചെയ്തത്? എന്താണ് അവരുടെ പാപം? നിങ്ങൾ പറയുക. അവരവനെ തൊഴിച്ചോ? അവരവനെ തുപ്പിയോ? ഇല്ല. അവർ ചെയ്ത പാപം എന്തായിരുന്നു? അവരൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റുമോ? അവിടെ യേശു പഠിപ്പിച്ച അതാണ്. അവരുടെ പാപം അവരൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് നിങ്ങൾ അവസാനമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും ചെയ്യാത്തതിനെ പറ്റി ഏറ്റു പറഞ്ഞത്? ഞാൻ പറയുന്ന റോഡിൽ കള്ളു കുടിച്ച് കിടക്കുന്ന ആളുകളെ പറ്റിയല്ല. ഇന്ന് അങ്ങനെ ഒത്തിരി ആളുകൾ റോഡിൽ കിടക്കാറുണ്ട്. ഈ മനുഷ്യൻ ആ ലേവിയുടെ സഹോദരനാണ്. അതുപോലെ ആ പുരോഹിതൻ്റെ സഹോദരനാണ്. കാരണം ഇസ്രയേലിൽ അബ്രഹാമിൻ്റെ സന്തതിയായിട്ടുള്ള എല്ലാവരും, ഉദാഹരണം നിങ്ങളുടെ പ്രാദേശിക സഭയിലുള്ള ഒരാൾ, നിങ്ങളുടെ പ്രാദേശിക സഭയിലുള്ള എല്ലാവരെയും നിങ്ങൾക്കറിയാം. അവരെല്ലാവരും നിങ്ങളുടെ സഹോദരന്മാരാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രാദേശിക സഭ, അവിടെ 30-40 ആളുകളുണ്ട്. അവരിലൊരാൾ റോഡിൽ വീണ് കിടക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ അവനെ സഹായിക്കുമോ ഇല്ലയോ? അതാണ് ആ സാഹചര്യം. അതവരുടെ സഹോദരനാണ്. ഒരു അബ്രഹാമിൻ്റെ മകൻ, അറിയാത്ത ഒരാളല്ല, ഏതോ ഒരാളല്ല, അതവരുടെ സഹോദരനാണ്. എങ്കിലും ഒന്നും ചെയ്തില്ല. ദൈവം പറയുന്നത്, നിന്റെ സഹോദരൻ ആവശ്യത്തിലേക്ക് നീ അവനെ സഹായിക്കുന്നില്ലെങ്കിൽ അത് പാപമാണ്. ഇതാണ് മറ്റൊരു തരത്തിലുള്ള പാപം. പാപത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിർവചനം റോമാലേഖനം 3:23 എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇതാണ് പാപം എന്താണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉയർന്ന നിർവചനം. ഞാൻ പറയട്ടെ, അനേക വർഷങ്ങളായിട്ട് ദൈവവചനം പഠിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, പാപത്തെപ്പറ്റിയുള്ള ഏറ്റവും വ്യക്തമായ നിർവചനം എനിക്ക് തരണമെന്ന്. ചെയ്യുന്ന പാപമോ ചെയ്യാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പാപമോ അല്ല, ദൈവ തേജസ്സിൻ്റെ താഴെ വരുന്നതാണത്. ദൈവ തേജസ്സിൽ കുറഞ്ഞതെല്ലാം പാപമാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്താണ് ദൈവത്തിൻ്റെ തേജസ്? ഈ ഒരു പ്രയോഗം അനേക വർഷങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിൻ്റെ തേജസ് എന്തോ വലിയ പ്രകാശം അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. അല്ല. യോഹന്നാൻ 1:14 ദൈവ തേജസ്സിനെ പറ്റി പറയുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലാണ് നാം കാണുന്നത്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതൻ്റെ തേജസ്സായിട്ട് കണ്ടു. അതൊരു ജീവിതമാണ്, ഒരു വലിയ വെളിച്ചമല്ല. ദൈവത്തിൻ്റെ തേജസ്, പഴയ നിയമത്തിൽ അതേപ്പറ്റി നമുക്കൊന്നും അറിയില്ലായിരുന്നു. പഴയ നിയമത്തിൽ അതൊരു വലിയ വെളിച്ചമായിരുന്നു, ഒരഗ്നിസ്തംഭമായിട്ട്. എന്നാൽ യേശു വന്ന് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഒരു തേജസ്സായിട്ട് അവർ കണ്ടു, കൃപയും സത്യവും നിറഞ്ഞതായിട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിൽ കുറവുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു തുല്യമല്ലാതായിരിക്കുന്നതാണ്. അപ്പം പാപത്തിൻ്റെ നിർവചനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി.
എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു തുല്യമല്ലാതിരിക്കുന്നത് എല്ലാം പാപമാണ്. ഏത് കാര്യവും. നിങ്ങൾക്കറിയാമോ, യേശു ആളുകളെ കണ്ടപ്പോൾ അവരെ എല്ലാവരെയും പിതാവ് സ്നേഹിക്കുന്നതായിട്ട് അവൻ കണ്ടു. അവർക്ക് വേണ്ടി മരിക്കാനാണ് അവൻ വന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കും അങ്ങനെ ആളുകളെ കാണണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സ്ത്രീയെ മോഹിക്കാൻ കഴിയുകയില്ല. കാരണം ഇവളെ രക്ഷിക്കാനാണ് യേശു ഭൂമി വന്ന് മരിച്ചത്. അവൾ വിശുദ്ധയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അവളെ മോഹിക്കാൻ കഴിയില്ല, 100 വർഷം കഴിഞ്ഞാലും. അങ്ങനെ അവളെ കാണാത്തതുകൊണ്ടാണ് നീ അവളെ മോഹിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണുന്ന ആ മോശം ലിങ്കിൽ കാണുന്ന ആ സ്ത്രീ, അവളെ ദൈവം സൃഷ്ടിച്ച തൻ്റെ മഹത്വത്തിനായിട്ടാണ്. അവൾക്ക് വേണ്ടിയാണ് യേശു വന്ന് മരിച്ചത്. അവളെ രക്ഷിക്കാനാണ് യേശു മരിച്ചത്. എന്നാൽ ആരോ അവളെ വഞ്ചിച്ച് പണമുണ്ടാക്കാൻ അവളെ ഉപയോഗിക്കുകയാണ്. നീ പണം മുടക്കി അത് കാണുകയാണ്. ദൈവത്തിൻ്റെ തേജസ് കാണാൻ സൃഷ്ടിക്കപ്പെട്ട നിന്റെ കണ്ണുകൊണ്ട് ഈ അശ്ലീലമാണോ നീ കാണുന്നത്? കർത്താവെ, അങ്ങ് ആളുകളെ കണ്ടതുപോലെ കാണാനായിട്ട് എന്നെ സഹായിക്കണേ. അങ്ങ് പണത്തെ കണ്ട പോലെ കാണാൻ എന്നെ സഹായിക്കണേ. യേശു കണ്ടതുപോലെ നിങ്ങൾ എല്ലാ കാര്യത്തെയും കാണണം. ദേവാലയത്തിൽ പൊൻവാണിഭം നടത്തിയവരെ യേശു കണ്ടതുപോലെ നിങ്ങൾ കാണണം. വഞ്ചകരായ പാസ്റ്റർമാർ, അവരെ യേശു എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ കപടഭക്തരായ പരീശന്മാർ അവരാളുകളെ നാശത്തിലേക്ക് നടത്തുന്നു. അവരെ യേശു കണ്ടതുപോലെ തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ വിശുദ്ധരാണെന്ന് ചിന്തിക്കുന്ന നിയമവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, കൊച്ചു കാര്യങ്ങൾ, ശബത്ത് നാളിൽ എന്തുകൊണ്ട് നീ കതിര് പറിച്ചു കഴിച്ചു, അവരെ യേശു കണ്ടതുപോലെ തന്നെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ തള്ളിപ്പറയാൻ, അവർ വിശുദ്ധരാണെന്ന് അവർ ചിന്തിക്കുന്നെങ്കിലും. ഒരു പരീശനോട് കൂട്ടായ്മ കൂടുന്നതിനേക്കാൾ ഒരു പാപിയോട് കൂട്ടായ്മ കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞങ്ങളുടെ പ്രാദേശിക സഭയിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു, പരീശത്വം വ്യഭിചാരത്തേക്കാൾ മോശമാണ്. അതിൻ്റെ തെളിവിതാണ്. രണ്ടുപേരുടെ നടുവിൽ യേശു നിൽക്കുകയാണ്. ഒരു സൈഡിൽ നിയമവാദികളായ പരീശന്മാർ, മറ്റേ സൈഡിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും. ആ സംഭവത്തിൻ്റെ അവസാനം പരീശന്മാർ മുഴുവനും അവിടുന്ന് പോയി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവിടെ പാപം മോചിക്കപ്പെട്ടു. പരീശത്വം വ്യഭിചാരത്തേക്കാൾ അധമമാണ്. ഞാൻ വിചാരിക്കുന്ന നിയമവാദികളായ നാം എല്ലാവരും അത് കാണണം. നീ അങ്ങനെ ഒരു നിയമവാദി ആയതുകൊണ്ടാണ് ദൈവം നിന്നെ പിന്താങ്ങാത്തത്. നീ വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ മോശമാണോ? പരീശന്മാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകണം. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ പറയണം, കർത്താവെ, ഞാനൊരു വ്യഭിചാരിയേക്കാൾ മോശമാണ്, കാരണം ഞാൻ നിയമവാദിയാണ്. എങ്കിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ കർത്താവ് തൻ്റെ സഭ പണിയാനായിട്ട് നിന്നെ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ തെന്നി പൊയ്ക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന്. അങ്ങനെ നീ നിന്നെ തന്നെ നശിപ്പിക്കും. ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പം, നിങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ഒരു ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന്. ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു നിയമവാദിയായിരുന്നു. ഞാനത് ഏറ്റു പറയുന്നു. താൻ കൊലപാതകനാണെന്ന് പൗലോസ് പറയുന്ന പോലെ ഞാനൊരു നിയമവാദിയായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ കണ്ണുകളെ തുറന്നു. ഞാൻ ആളുകളെ നിയമവാദത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആളുകളെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചു. ഒരാൾ ഇവിടെ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് ഞാനൊരു വ്യഭിചാരിയാണ്. നിങ്ങൾ പറയും എത്ര മോശപ്പെട്ട പാപിയാണ്. അതിലും മോശമായ നിയമവാദിയായിരുന്നു ഞാൻ. എൻ്റെ സഭയോട് ഞാൻ പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ നിയമവാദത്തിലേക്ക് നടത്തി. ഞാൻ അതിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരും. ക്രിസ്തുതുല്യമല്ലാത്ത എല്ലാ കാര്യത്തെപ്പറ്റിയും ദൈവം നമുക്ക് വെളിച്ചം തരും.